Hello, welcome back. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മളിത് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ എഗ് കുറുമ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റവ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്തങ്ങായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് 1.5 ഗ്ലാസ് റവയും കൂടി ഇട്ടിങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം 1/2 ഗ്ലാസ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം അരിപ്പൊടിയും ചേർക്കാം കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങ ചെരുവിയതും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 2 പീസ് ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ടേ. ഇപ്പോൾ റവ വാട്ടിയെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകവും അരച്ചെടുത്ത തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തുങ്ങായി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ലാസ്റ്റായിട്ട് കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് ഓരോരോ ബോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാക്കുമ്പോൾ നമ്മളെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കണം. ഒന്ന് പരത്തിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. എണ്ണയിൽ പൊങ്ങി വരുന്ന ടൈമിൽ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് കളറ് മാറി വരുന്ന ടൈമിൽ നമുക്കിത് കോരിയെടുക്കുകയും ചെയ്യാം. ഇത് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അരിപ്പൊടി വെച്ചുണ്ടാക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റി ഒരു റവ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എഗ് കുറുമയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കുറുമ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സവാള മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇടാം. ഇപ്പോൾ അതൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ എരിവിനായിട്ട് 4 പച്ചമുളക് മുറിച്ചതും ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തങ്ങായി കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തങ്ങായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 പിടി തേങ്ങയും 10-15 അണ്ടിപ്പരിപ്പും 2 ഏലക്ക 2 പൂവ് ചെറിയ പീസ് പട്ട കുറച്ച് വെള്ളവും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പോൾ കറിയിലെ ഉള്ളിയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ചെടുത്ത തേങ്ങ ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പൊങ്ങി വെച്ചിട്ടുള്ള മുട്ട പകുതിയായി മുറിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും തക്കാളി ചെറിയ പീസാക്കിയതിൻ്റെ 3 കഷ്ണവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തെങ്കിൽ നല്ലോണം ഒന്ന് ഇളക്കിങ്ങായി ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ അത്ര പണിയുള്ളൂ. നമ്മുടെ എഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ കൂടെ തന്നെ നമ്മുടെ പത്തിരിയും അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ അരിപ്പൊടി വെച്ചുണ്ടാക്കുന്ന ഈ ഒരു പത്തിരിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള റവ വെച്ചിട്ടുള്ള പത്തിരി, കൂടെ തന്നെ നമ്മുടെ എഗ് കുറുമയും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു തരാം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ.